മാൻ മാനേജ്മെൻ്റ് ഒരു നേതാവിൻ്റെ വലിയൊരു ഫ്ലെക്സിബിലിറ്റിയാണ്. അപ്പോൾ ഈ ഫ്ലെക്സിബിലിറ്റിയുമായിട്ട് പോകുന്നു ഒരു അജയ്യനായിട്ട് രമേശ് ചെന്നിത്തല മുന്നോട്ട് പോകുന്നതിൻ്റെ അകത്ത് ജനങ്ങൾക്ക് ഇഷ്ടമാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അവർക്ക് വന്ന് കാണാൻ പറ്റുന്നത്, അവരുടെ പരിഭവം പറയാൻ പറ്റുന്നത്, അവരുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന, മിനിമം അവരോടൊന്ന് ചിരിക്കുന്ന, അവരെ ഒന്ന് ചേർത്ത് പിടിക്കുന്ന ഒരു നേതാവിനെ അവർക്ക് മതി, അല്ല വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അതിന് ഏറ്റവും പറ്റിയ ആൾ തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവാണ്. പക്ഷേ ബോധപൂർവം രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവിനെ രണ്ട് തരത്തിൽ ബ്രാൻഡ് ചെയ്യാൻ ശ്രമം നടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഒന്ന്, അങ്ങ് RSS ആണ് എന്നൊരു ബ്രാൻഡിങ് ഉണ്ട്. RSSനെതിരെ സ്വന്തം പഞ്ചായത്തിൽ LDF ആയിട്ട് കൂടിയ ആളാണ് RSS എന്ന് പറയുന്ന ആൾ. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം NSSുമായിട്ട് അങ്ങേക്ക് ബന്ധമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ NSS കോളേജിൽ പഠിച്ചതുകൊണ്ടോ സുകുമാരൻ നായരുമായിട്ട് സൗഹൃദമുണ്ട്. അതേ സൗഹൃദം വെള്ളാപ്പള്ളി നടേശനുമായിട്ടുമുണ്ട്. പക്ഷേ അങ്ങേ ഒരു നായരായിട്ട് ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊന്നുമല്ല രമേശ് ചെന്നിത്തല എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അങ്ങ് ഒരിക്കൽ സൂചിപ്പിച്ച പോലെ ഞാൻ നായരും ഈഴവനും ക്രിസ്ത്യാനിയും ബൗദ്ധനും ഒക്കെയാണ്. അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ വളരെ ഷാർപ്പായിട്ട് ഇത്തരം ഒരു പ്രോപ്പഗൻഡ നടത്തി അങ്ങയുടെ ഒരു ഇമേജ് തകർക്കാൻ അങ്ങയുടെ എതിരാളികൾ നടത്തുന്ന ശ്രമം നമുക്ക് മനസ്സിലാക്കാം. എങ്കിലും അങ്ങയോടൊപ്പം നിൽക്കുന്ന ആളുകൾ അങ്ങയെ ന്യായീകരിക്കാനോ ഇതൊന്നുമല്ല രമേശ് ചെന്നിത്തല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനോ കഴിയാതെ പോകുന്നു. ഇപ്പോൾ പിണറായി വിജയനെ ഡിഫെൻഡ് ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറാവും. പക്ഷേ അത്തരമൊന്നും ഒരു അങ്ങയൊന്ന് കൃത്യമായ ഇക്കാര്യങ്ങളൊന്ന് വിശദീകരിക്കാൻ പലപ്പോഴും അങ്ങ് ഒറ്റപ്പെടുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്തരം ഒരു സഹകരണം പാർട്ടിയിൽ പലരിൽ നിന്നും കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങ് കമൻറ്റ് പറയണമെന്നില്ല, ഞാനൊരു ഒബ്സർവർ എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അല്ല, കോൺഗ്രസ് ഒരു വലിയ ജനാധിപത്യ പാർട്ടിയാണ്. നമ്മളെ അഭിപ്രായങ്ങൾ മാത്രം എല്ലാവരും പറയണമെന്നുള്ള ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ ആരാണെന്ന് കേരളത്തെ ജനങ്ങൾക്കറിയാം. ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ KSU കാരനാണ്. ഞാൻ വളർന്നു വന്ന വഴി എല്ലാവർക്കും അറിയാം. അപ്പോൾ ഓരോ കാലഘട്ടങ്ങളിലും CPM നടത്തുന്നൊരു പ്രചരണമാണിത്. ഞാൻ കോട്ടയത്ത് മത്സരിക്കുന്ന കാലത്ത് ഇത് പ്രചരണമുണ്ടായിരുന്നു. ഞാൻ ഹരിപ്പാട് മത്സരിക്കുമ്പോഴുണ്ടായി. ഓരോ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ ഞാൻ BJP ചേരുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എനിക്കൊരു 69 വയസ്സായിപ്പോൾ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് 25ാമത്തെ വയസ്സ് കേൾക്കുന്ന ഒരാളാണ്. മാത്രമല്ല അത് ബോധപൂർവമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണനാണ് ഇത് അനാവശ്യമായി പ്രചരണം അഴിച്ചുവിട്ടത്. കാരണം അവർക്കറിയാം അങ്ങനെ അറ്റാക്ക് ചെയ്താൽ മാത്രമേ അവർക്ക് മൈനോറിറ്റി വോട്ട് കിട്ടുകയുള്ളൂ. അതിനുവേണ്ടി ചെയ്തൊരു പണിയാണ്. പക്ഷേ അതൊന്നും മൈനോറിറ്റിയിലും മെജോറിറ്റിയിലും ഒന്നും അത് ബാധിച്ചില്ല. ആൾക്ക് നമ്മളെ അറിയാവില്ല ആരാണ്, നമ്മുടെ എന്താ ചിന്ത എന്താണ്, നമ്മുടെ വികാരം എന്താണ്, നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്. നമ്മൾ കേരളത്തിൽ ജീവിക്കുമ്പോൾ എല്ലാ മതങ്ങളും എല്ലാ സമുദായങ്ങളും എല്ലാ വ്യക്തികളുമായിട്ടും നല്ല ബന്ധം ഉണ്ടാക്കിയേ പോകാൻ കഴിയൂ. അങ്ങനെ പോകണം. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ ജനിച്ചത് നായർ സമുദായത്തിലാണെങ്കിലും എൻ്റെ പക്ഷേ എല്ലാ സമുദായങ്ങളുമായി എനിക്ക് നല്ല ബന്ധമാണ്. എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ എനിക്ക് അനുകൂലമായിട്ട് പറയുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് മറ്റ് സമുദായത്തിൽപ്പെട്ടവർ എന്നെ ഇഷ്ടപ്പെടുന്നത്? അതിൻ്റെ കാരണം നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നു, അവരുടെ വികാരങ്ങൾ പങ്കുവെക്കുന്നു, നമ്മളെല്ലാം ഒന്നാണ് എന്നുള്ള ചിന്തയോടെ പ്രവർത്തിക്കുന്നു. അപ്പോൾ അത് മനസ്സിലാക്കാൻ കേരളത്തിന് കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ചില ആളുകൾ ബോധപൂർവമായി രാഷ്ട്രീയ വൈരാഗ്യത്തോടു കൂടി പാർട്ടിക്കകത്തുള്ളവരും പാർട്ടിക്ക് പുറത്തുള്ളവരും ഒക്കെ ചെയ്യും. നമ്മളതൊന്നും വലിയ ഗൗരവത്തിലെടുക്കണ്ട. അതൊക്കെ ജനങ്ങൾക്കറിയാം. നമ്മളാരാണ്, നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മുടെ ലക്ഷ്യം എന്താണ്, നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു. ഇത്രയും ഞാൻ 11 തിരഞ്ഞെടുപ്പിൽ നിന്നിട്ട് 2 തിരഞ്ഞെടുപ്പിലാണ് തോറ്റത്. അത് 4000 വോട്ടിനും 6000 വോട്ടിനും. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 4000 വോട്ടിന് തോക്കുക, 6000 വോട്ട് തോക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ മനഃപൂർവ്വം തോപ്പിച്ചത് തന്നെയാണ് ആ കാലഘട്ടങ്ങളിൽ. അതൊന്നും ഒരു വിഷയമല്ല. അപ്പോൾ ജനങ്ങൾക്ക് നമ്മളെ അറിയാം. ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിതമായ ഒരു ജീവിതവും പ്രവർത്തനവുമാണ് ഞാൻ എപ്പോഴും കാഴ്ചവെച്ചിട്ടുള്ളത്. അങ്ങ് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങേക്ക് അറിയാവുന്നത് പോലെ തന്നെ ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരിൽ ഇപ്പോൾ ഉള്ള കോൺഗ്രസ്സുകാരിൽ ഏറ്റവും അധികം വ്യക്തിബന്ധമുള്ള ആളങ്ങാണ്. മമതാ ബാനർജി അങ്ങയുടെ വർക്ക് ചെയ്ത ആളാണ്. അതുപോലെ തന്നെ തെലങ്കാനയിലെ ചന്ദ്രശേഖർ റാവു അങ്ങയുടെ കൂടെ കോൺഗ്രസ്സിലുണ്ടായിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കർണാടകത്തിലെ ഗുണ്ടുറാവുമാണെന്ന് എൻ്റെ ഓർമ്മ. നല്ല ബന്ധമായിരുന്നു. ഇപ്പം ശരത് പവാർ ആയാലും ശരി, മറ്റ് പലരായാലും ശരി. അപ്പോൾ ഇന്നിപ്പോൾ അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പലരുമായിട്ടും വ്യക്തിപരമായി ബന്ധം പുലർത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് അങ്ങ്. അതായത് ഞാനിത് പറയാനുള്ള കാര്യം, KM മാണി സാറിൻ്റെ ഒരു പുസ്തകം റിലീസ് ചെയ്യാനായിട്ട് അരുൺ ജെയ്റ്റ്ലിയാണ് വന്നത്. അപ്പോൾ അരുൺ ജെയ്റ്റ്ലി സംസാരിച്ചപ്പോൾ അങ്ങ് പറഞ്ഞു ഉണ്ടായിരുന്നു, അങ്ങാണത് റിലീസ് ചെയ്യുക. അപ്പോൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച അരുൺ ജെയ്റ്റ്ലിയുടെ അച്ഛനാണെന്ന് പറയുകയും ചെയ്തു. പക്ഷേ അരുൺ ജെയ്റ്റ്ലി അങ്ങയെ പ്രശംസിക്കാൻ അരുൺ ജെയ്റ്റ്ലിക്ക് ഒരു മടിയുണ്ടായില്ല. വർഷങ്ങളായിട്ട് അങ്ങുമായിട്ടുള്ള സൗഹൃദമാണ് അരുൺ ജെയ്റ്റ്ലി അനുസ്മരിച്ചത്. അപ്പോൾ ഇന്ത്യയിലെ ഒരുപക്ഷെ ഇത്രമാത്രം ലീഡേഴ്സുമായിട്ട് നല്ല അടുത്ത സൗഹൃദം പുലർത്തുന്ന നേതാക്കന്മാർ വളരെ അപൂർവമാണ് അങ്ങയെപ്പോലെ. ഇതൊക്കെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ
പാർട്ടിക്ക് കഴിയും എന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടോ? ആ കാര്യത്തിൽ ഇവരെല്ലാം ഒന്നിച്ചെന്ന് അങ്ങയോടൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് ആരോ ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളതല്ല വിഷയം. ഇതൊക്കെ എന്നെ ആക്കിയത് എൻ്റെ പാർട്ടിയല്ലേ. തീർച്ചയായിട്ടും ഇന്ത്യ മുഴുവനുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻറ്റ്, NSUയുടെ അഖിലേന്ത്യാ പ്രസിഡൻറ്റ്, 9 വർഷം ACC സെക്രട്ടറി, 19 വർഷം മുമ്പ് ഞാൻ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ, പെർമനൻറ്റ് ഇൻവൈറ്റി, സ്പെഷ്യൽ ഇൻവൈറ്റി. അപ്പോൾ ഈ നിലയിലൊക്കെ ഞാൻ ദേശീയ തലത്തിൽ പ്രവർത്തിച്ച ആളാണ്. നമ്മുടെ കൈകൾ കൊണ്ട്, നമ്മുടെ പേന കൊണ്ട് എഴുതി നിരവധി മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും MP-മാരും MLA-മാരും ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും പ്രവർത്തിക്കുന്നുണ്ട്. അവരോടൊക്കെ എനിക്ക് നല്ല സൗഹൃദം. അതൊക്കെ കൊണ്ടുവന്ന എൻ്റെ പാർട്ടിയല്ലേ. അപ്പോൾ പിന്നെ പാർട്ടി അല്ലേ ഏറ്റവും വലുത്. തീർച്ചയായിട്ടും. ഒരു ചോദ്യം കൂടെ, ഇവിടെ നമ്മുടെ അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് വലിയൊരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് അങ്ങേക്കായിരുന്നു ചുമതല. അവിടെ പ്രതീക്ഷിച്ച പോലെ പെർഫോം ചെയ്യാൻ കോൺഗ്രസ്സിന് കഴിയാതെ പോയി. അതിൻ്റേതായ കാരണമുണ്ടാകാം. ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതിനകത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രീപോൾ സർവേകളൊക്കെ കോൺഗ്രസ്സിനെതിരാണ്. ആ പ്രീപോൾ സർവേയിലൊന്നും കാര്യമില്ല, എക്സിറ്റ് സർവേയിലും വലിയ കാര്യമില്ല. പക്ഷെ ഇവിടെ ചോദ്യം, നരേന്ദ്രമോദി ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. 27 രാജ്യങ്ങൾ പുരസ്കാരം കൊടുത്ത് സ്വീകരിച്ച ഒരാളാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നരേന്ദ്രമോദി ഒരു ടവറിങ് പേഴ്സണാലിറ്റിയാണ്. നരേന്ദ്രമോദിക്കൊരു ബദൽ സ്ഥാനാർത്ഥിയായിട്ട്, ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ ഗാന്ധിക്ക് മാറാൻ കഴിയും എന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും കഴിയും. ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്ക് മാത്രമേ അത് കഴിയൂ. നരേന്ദ്രമോദിയെ നേരിട്ട് എതിർക്കാനും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ ഖണ്ഡിക്കാനും അദ്ദേഹത്തിനെതിരായ നിലപാടുകൾ സ്വീകരിക്കാനും കഴിയുന്ന ഒരേ ഒരു നേതാവ് രാഹുൽ ഗാന്ധിയാണ്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ കാൽനടയായി നടന്ന് ഇന്ത്യ എന്താണെന്ന് കണ്ടെത്തിയ നേതാവാണ് അദ്ദേഹം. ഒരു സംശയവുമില്ല അദ്ദേഹത്തിനത് കഴിയും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. നരേന്ദ്രമോദിയെ നേരിടാൻ അദ്ദേഹത്തിന് അല്ലാതെ വേറെ ആർക്കും കഴിയില്ല. അതാണ് ഇതിന് വേറൊരു കാര്യം. കാരണം അത്രമാത്രം ഡെഡിക്കേറ്റഡായി, ഒരു പൂർണ്ണമായും അദ്ദേഹം ഒരു ഐഡിയലിസ്റ്റാണ്. അധികാരമൊന്നും അദ്ദേഹത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല. അധികാരം വേണമെന്നുള്ള ആഗ്രഹമുള്ള ആളല്ല. അതാണ് എൻ്റെ പ്രത്യേകത. പക്ഷേ അദ്ദേഹത്തിന് നിലപാടുകൾ വളരെ ശക്തമായി എടുക്കുന്ന ഒരാളാണ്. അതാണ് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അദ്ദേഹത്തിന് സ്വന്തമായി 12 സാധനങ്ങളാകുള്ളൂ. 12 പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഒരേ ഷൂസ്, ഒരേ ഉടുപ്പ്. കാരണം അങ്ങനെ ആർഭാടത്തിനൊന്നും ഒരു വലിയ താല്പര്യം കാണിക്കാത്ത ആളാണ്. ജനങ്ങൾക്ക് ഇത്രയും കമ്മിറ്റഡായി, പ്രത്യേകിച്ച് പാവങ്ങളോട് ഏറ്റവും കമ്മിറ്റഡായ ഒരു നേതാവാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. സ്ഥാനം വേണം. ഈ പ്രതിപക്ഷ നേതാവ് സ്ഥാനം തന്നെ ഞങ്ങളെല്ലാം കൂടെ സമ്മർദ്ദം ചെലുത്തിയാണ് അദ്ദേഹം ഏറ്റെടുത്തത്. അങ്ങനെ സ്ഥാനമൊന്നും വേണമെന്നുള്ള നിർബന്ധമൊന്നുമുള്ള ആളല്ല. തീർച്ചയായും ഇന്ത്യയെ നരേന്ദ്രമോദിയിൽ നിന്ന് മോചിപ്പിക്കാൻ ഒരു വ്യക്തിക്കേ കഴിയൂ, അത് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹത്തിന് അത് കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇന്ത്യയിലെ ജനങ്ങളെ ആവേശം കൊള്ളിക്കാനും ഈ മതേതര നിലപാടുമായി മുന്നോട്ട് പോയി അത് ജനങ്ങളെ പിന്തുണയോടെ അധികാരത്തിൽ ഇന്ത്യ മുന്നണിയെ കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയും എന്ന പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത്. രാഹുൽ ഗാന്ധിയുടെ ഒരു നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ഉണ്ടാകും എന്നാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത്? എന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഞാൻ കണ്ടതാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 48 സീറ്റിൽ 38 സീറ്റ് കിട്ടി. ആ തെരഞ്ഞെടുപ്പിനെ എത്രമാത്രം ശാസ്ത്രീയമായിട്ട് അട്ടിമറിച്ചവർ. അവർ വോട്ടില്ലാത്ത മറ്റ് ഗുജറാത്തിൽ നിന്നുള്ള വോട്ടർമാർ ഇവിടെ ചേർക്കുക, റായ്പൂരിൽ നിന്നുള്ള ആളുകൾ നാഗ്പൂരിൽ ചേർക്കുക. ഇങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ്റെ സഹായത്തോടു കൂടി ബോഗസ് വോട്ടുകൾ ചേർത്താണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 16 സീറ്റ് കോൺഗ്രസ് കിട്ടി. ഏറ്റവും വലിയ പാർട്ടി മഹാരാഷ്ട്ര കോൺഗ്രസ്സാണ്. ഞാൻ തന്നെയാണ് നേതൃത്വം കൊടുത്തത് ആ ഇലക്ഷൻ. ഞങ്ങൾക്ക് ഈ പഞ്ചായത്ത് അസംബ്ലി 290 സീറ്റുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ആകെ 15 സീറ്റാണ് കിട്ടിയത്. അത് വിശ്വസിക്കാൻ പറ്റുന്നതാണ്. വോട്ട് ചോരി എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായത് മഹാരാഷ്ട്രയിൽ തന്നെയാണ്. മഹാരാഷ്ട്ര തോക്കാൻ പാടില്ല, ഹൂക്ക് ഓർ ക്രൂക്ക് ജയിക്കണം എന്ന് അമിത്ഷാ തീരുമാനിച്ചു. നരേന്ദ്രമോദി അതിനെ പിന്തുണച്ചു. അങ്ങനെയാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യം അപകടത്തിലാണ്. ഈ തരത്തിലാണ് മുന്നോട്ട്. കാരണം ഇലക്ഷൻ കമ്മീഷൻ നിഷ്പക്ഷമല്ല. പണ്ട് ചീഫ് ജസ്റ്റിസും പ്രധാനമന്ത്രി പ്രതിപക്ഷം നേതാവും കൂടായിരുന്നു ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിച്ചിരുന്നത്. ചീഫ് ജസ്റ്റിസിനെ എടുത്തു കളഞ്ഞു ഒരു മന്ത്രി, അമിത്ഷായും മോഡിയും പിന്നെ രാഹുൽ ഗാന്ധിയും കൂടെ ഇരുന്നാൽ ഏതെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റുമോ? അവർക്കല്ലേ ഭൂരിപക്ഷം, 3-2. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിയമിച്ച് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന
ഒരു ജനാധിപത്യ വിരുദ്ധ പ്രക്രിയ ഇന്ത്യയിൽ നടക്കുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ ഇതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ഇതിനെ മോചിപ്പിക്കുമെന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. നിർഭാഗ്യവശാലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ച് പറഞ്ഞു. അതിനകത്ത് അർത്ഥമില്ല എന്നുള്ളത് പല തെരഞ്ഞെടുപ്പുകളിൽ പ്രിസൈഡിംഗ് ഓഫീസറായിട്ടിരുന്ന എനിക്ക് തന്നെ സാക്ഷ്യപ്പെടുത്താൻ പറ്റും. പക്ഷേ വോട്ടേഴ്സ് ലിസ്റ്റ് വോട്ട് ചോരി ഉണ്ടോ എന്നത് അന്വേഷിക്കേണ്ടതാണ്. പക്ഷേ ലോകത്തൊരിടത്തും ഇല്ലല്ലോ. ലോകത്താകെ 4-5 കരീബിയൻ രാജ്യങ്ങളിലാണ് ഈ ഇലക്ട്രോണിക് മെഷീനുള്ളത്. മറ്റേ ഈ അമേരിക്കയിൽ പോലും പേപ്പർ ബാലറ്റ് അല്ലേ. കാരണം മെഷീനാണ്. മെഷീൻ്റേതായ പരിമിതികളുണ്ട്. അപ്പോൾ മെഷീൻ്റെ തെറ്റുപറ്റും എന്ന് അങ്ങ് പറ്റാനുള്ള വിചാരിക്കുന്നുണ്ടെങ്കിൽ സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കോൺഗ്രസും അധികാരത്തിൽ വന്നിട്ടുണ്ടല്ലോ ഈ മെഷീൻ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ്. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് മറ്റ് രാജ്യങ്ങൾ, ലോകരാജ്യങ്ങളെല്ലാം പേപ്പർ ബാലറ്റ് ഉപയോഗിക്കുന്നു? UK, അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊക്കെ പേപ്പർ ബാലറ്റാണ്. പിന്നെ ഈ ചെറിയ രാജ്യം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലാണ്, അർജൻറ്റീന, പെറു, ഈ രാജ്യങ്ങളിലൊക്കെയാണ് മെഷീൻ ഉപയോഗിക്കുന്നത്. അത് ഒരു ഘടകമല്ലേ? ഞാനത് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അതൊരു ഘടകമല്ലേ? പക്ഷേ ആയിരിക്കാം. പക്ഷേ അത് അത്ര അതിനകത്ത് മാനിപ്പുലേഷൻ അത്ര എളുപ്പമല്ലെന്നുള്ള എൻ്റെ ഒരു ഒബ്സർവേഷൻ പറയുന്നേ ഉള്ളൂ. അത് അത്ര പെട്ടെന്ന് നടത്താൻ പക്ഷേ പറ്റുന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളുകളുള്ള കാലത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും എന്നെപ്പോലും അട്ടിമറിക്കാൻ ഒരു പാടുമില്ലാത്തൊരു കാലത്താണ്. തെരഞ്ഞെടുപ്പ് നമ്മുടെ ശേഷം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ആ കാലഘട്ടത്തിന് രാവിലെ പ്രചരണം തുടങ്ങിയ രാത്രി പിറ്റേ ദിവസം രാവിലെ വരെ പ്രചരണമാണ്. 10 മണിക്ക് നിർത്തണമെന്ന് പറഞ്ഞാൽ എല്ലാവരും നിർത്തിയില്ലേ? അപ്പോൾ ഇച്ഛാശക്തിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ചിട്ട വരും. അന്ന് കേന്ദ്ര ഗവൺമെൻറ് പോലും വിറച്ചു അല്ലേ അതെ ശേഷൻ്റെ മുമ്പിൽ. ആണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ അധികാരമുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നട്ടല് വളച്ച് ഭരണാധികാരിയുടെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം നടത്തുകയാണെങ്കിൽ ജനാധിപത്യം എവിടെ നിൽക്കും? അതാണ് ഞാൻ പറഞ്ഞത്. ചീഫ് ജസ്റ്റിസും പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിക്കേണ്ട സ്ഥാനത്ത് പാർലമെൻറ്റിൽ നിയമം കൊണ്ടുവന്ന് ചീഫ് ജസ്റ്റിസിനെ മാറ്റി. എന്തിനാ മാറ്റി? തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളിനെ നിയമിക്കാൻ. അവിടെ പോയില്ലേ ജനാധിപത്യം. TN ശേഷനെ ദുർബലനാക്കിയതിൽ കോൺഗ്രസിനും പങ്കില്ലേ? അതൊക്കെ പിന്നെ പഴയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷവും നീതിപൂർവമായി പ്രവർത്തിച്ചാൽ മാത്രമേ ഇന്ത്യയിൽ ജനാധിപത്യം ശക്തമാവുകയുള്ളൂ. ഇന്ത്യയിലല്ല, ലോകത്തെവിടെയും. എന്തായാലും ശരി, ഈ ശക്തമായ നിലപാടുകളുമായി വ്യക്തമായ ലക്ഷ്യത്തോടെ രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ നിർത്തി കോൺഗ്രസ് സുഗമമായിട്ട് പോവുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ മോദി വിരുദ്ധ നിലപാട് ഇന്ത്യൻ ജനത സ്വീകരിക്കും, അധികാരത്തിൽ വരാം എന്നാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ശരി, 2026 തെരഞ്ഞെടുപ്പ് വളരെ അടുത്ത് കഴിഞ്ഞു. മോദിയും രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള മത്സരം ദില്ലിയിൽ നടക്കട്ടെ. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ മുഖ്യമന്ത്രിയാക്കുമോ ആക്കാതിരിക്കുമോ അതല്ല ഞാൻ പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ ഏറ്റവും അനുയോജ്യനായ നേതാവ് താങ്കളാണെന്നാണ് ഒരു നിരീക്ഷകൻ എന്നുള്ള നിലയിലാണ് എൻ്റെ അഭിപ്രായം. അത് താങ്കളുടെ ചരിത്രപരമായ ഒരു ദൗത്യവുമാണ് എന്ന് തോന്നുന്നു. അങ്ങേക്ക് തീർച്ചയായിട്ടും അതിന് കഴിയും. അങ്ങേക്ക് അതിന് കഴിയട്ടെ. ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ 2026 കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റാണ് വരുന്നതെങ്കിൽ രമേശ് ചെന്നിത്തല എന്ന പരിണതപ്രജ്ഞനായ നേതാവ് കേരളത്തിലെ മുഖ്യമന്ത്രിയാകട്ടെ എന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു. കോൺഗ്രസും അങ്ങനെ ആഗ്രഹിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നമസ്കാരം. ഈ തിരക്കിനിടയിൽ വളരെ വലിയ തിരക്കിലിരിക്കുകയാണ്. കൃത്യസമയത്ത് 5 മിനിറ്റ് ലേറ്റായി. ഇത്രയും സമയം ഞങ്ങൾക്ക് ജനഭൂമിക്ക് അനുവദിച്ചു തന്നതിൽ വളരെയധികം നന്ദിയും കടപ്പാടുമുണ്ട്. ജനഭൂമിയുമായി ഇത്രയും നേരം സംസാരിക്കാൻ ശ്രീ ഗോന്നിയൂർ ഗോപകുമാർ സന്തോഷമുണ്ട്. ശ്രീ മാണി സാറിൻ്റെ കൂടെ പ്രസ് സെക്രട്ടറി ആയിരുന്ന കാലം മുതൽ എനിക്ക് അടുത്ത ബന്ധമുണ്ട്. അദ്ദേഹത്തെ വളരെ ആളുകളായി ഇപ്പോൾ കണ്ടിട്ട്, എങ്കിലും ഈ സമയം ഒരുമിച്ച് ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. ജനഭൂമിയുടെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.